BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിലേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ട 14 അംബാസഡർമാർക്ക് രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ അംഗീകാരം നൽകി. സാംബിയ അംബാസഡർ ദൻകൻ മൊലീമ, മ്യാൻമർ അംബാസഡർ തീൻ യോ, സിംഗപ്പൂർ അംബാസഡർ എസ് പ്രേംജിത്ത്, അങ്കോള അംബാസഡർ ജൂലിയോ പിലർമിനോ ഗുംസ് മയാദോ, ബെൽജിയം അംബാസഡർ ക്രിസ്റ്റ്യൻ ഡോംസ്, ബൊസാനിയൻ അംബാസഡർ പൊയാൻ ജോക്കിഷ്, ഗ്രീസ് അംബാസഡർ യുവാനിസ് പ്ലോട്ടസ്, സ്വിറ്റ്സർലാൻഡ് അംബാസഡർ ആർദർ മറ്റ്ലി, ഇക്വഡർ അംബാസഡർ ദേനിസ് തുസ്കാനോ, അമോറിയസ്, റുവാണ്ടൻ അംബാസഡർ ജോൺ മിറിഞ്ച, ഭൂട്ടാൻ അംബാസഡർ ഷെതീം തൻസൻ, അർമേനിയൻ അംബാസഡർ കാരിൻ ക്രിക്കോറിൻ, ഫിൻലാൻഡ് അംബാസഡർ തോല റിയോള എന്നിവരിൽ നിന്നാണ് അഹമ്മദ് രാജാവ് നിയമന രേഖകൾ സ്വീകരിച്ചത്. ബഹ്റൈനിലേക്ക് പുതിയ അംബാസഡർമാരെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അംബാസഡർമാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രങ്ങളും ബഹ്റൈനുമായി ബന്ധം ശക്തിപ്പെടുത്താനും വിവിധ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സക്കീർ പാലസിൽ നടന്ന ചടങ്ങിൽ അഹമ്മദ് രാജാവിന്റെ പ്രതിനിധി, യുവജന കായിക സുപ്രീം കൗൺസിൽ വൈസ് ചെയർമാൻ, റോയൽ കോർട്ട് കാര്യമന്ത്രി, വിദേശകാര്യമന്ത്രി, റോയൽ പ്രോട്ടോകോൾ ഹെഡ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഹെഡ് എന്നിവരും സന്നിഹിതരായിരുന്നു. സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള കിങ് ഹമദ് അവാർഡ് ഏർപ്പെടുത്താൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ഉത്തരവിറക്കി. കിങ് ഹമദ് സെന്റർ ഫോർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന്റെ കീഴിലാണ് അവാർഡ് ഏർപ്പെടുത്തുക. സെന്ററിന്റെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു അവാർഡ് നൽകുക. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും നാഗരികതകളും തമ്മിൽ തുറന്ന കാഴ്ചപ്പാടും സംവാദാത്മക സമീപനവും അതുവഴി സഹവർത്തിത്വവും സമാധാനവും സ്ഥാപിക്കുകയെന്നതാണ് അവാർഡ് വഴി ലക്ഷ്യമിടുന്നത്. 2 വർഷത്തിലൊരിക്കൽ അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന അവാർഡായിരിക്കും ഇത്. വ്യക്തികളും സംഘടനകളും അവാർഡുകൾക്ക് അർഹരായിരിക്കും. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സംവാദവും സഹവർത്തിത്വവും വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നവരെയാണ് അവാർഡിന് പരിഗണിക്കുകയെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ബഹ്റൈനിലെ ഖത്തർ അംബാസഡർ സുൽത്താൻ ബിൻ അലി അൽ ഖാത്തറിനെ ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫ സ്വീകരിച്ചു. അംബാസഡറെ ബഹ്റൈനിലേക്ക് സ്വാഗതം ചെയ്ത ഷെയ്ഖ് മുഹമ്മദ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ബഹ്റൈനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കാനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. 2 ഇസ്രായേലി മന്ത്രിമാരും ജൂത ചർച്ച് അംഗങ്ങളും വലതുപക്ഷ തീവ്ര വിഭാഗത്തിന്റെയും ഫലസ്തീനിലെ അൽ അക്സ പള്ളിയിൽ അതിക്രമിച്ചു കടക്കാനുള്ള ശ്രമത്തെ ബഹ്റൈൻ അപലപിച്ചു. ഇസ്രായേൽ സേനയുടെ സുരക്ഷയിലാണ് ഇവർ പള്ളിയിൽ അതിക്രമിച്ചു കയറിയത്. മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരെ ഇസ്രായേൽ ഭരണകൂടം സ്വീകരിക്കുന്ന തെറ്റായ പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ല. മേഖലയിൽ കൂടുതൽ അശാന്തി വിതയ്ക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകൂ എന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി മഹേഷ് ജി പിള്ളയും സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ ചരൺ ആർ നായരും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. മെമ്പർഷിപ്പ് സെക്രട്ടറി വിനോദ് എലിയത്ത്, മറ്റ് സമാജമംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ട സ്മരണയിൽ പ്രവാസ ലോകകപ്പ് 78ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയിലും വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി നടന്നു. മധുരം വിതരണം ചെയ്തും ത്രിവർണ്ണ പതാക ഉയർത്തിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ആഹ്ലാദത്തോടെയും ആമോദത്തോടെയും സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടി. ദേശഭക്തി ഗാനാലാപനവും ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ നടന്നു. 78ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ വിനോദ് കെ ജേക്കബ് ഇന്ത്യൻ പതാക ഉയർത്തി. 800-ലധികം ഇന്ത്യക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. അംബാസഡർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുൻപിൽ അംബാസഡർ പുഷ്പങ്ങൾ അർപ്പിച്ചു. കാർഗിൽ യുദ്ധവിജയം, ഇന്ത്യ വിഭജനം സൃഷ്ടിച്ച ദുരിതങ്ങൾ എന്നീ വിഷയങ്ങളിലുള്ള ഫോട്ടോ എക്സിബിഷനും അനുബന്ധമായി നടന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്ന GVHSS വെള്ളാർമല, മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലെ 614 വിദ്യാർത്ഥികൾക്ക് അധിക സൗകര്യങ്ങൾ GHSS മേപ്പാടിയിലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള APJ ഹാളിൽ ഒരുക്കുന്നതിന് നടപടിയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വെള്ളാർമലയിലെ സ്കൂളിലെ 552 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 62 കുട്ടികൾക്കുമാണ് അധിക സൗകര്യം ഏർപ്പെടുത്തിയതെന്ന് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു. GVHSS വെള്ളാർമലയിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിനായി GHSS മേപ്പാടിയിൽ 12
12 ക്ലാസ് മുറികൾ, 2 IT ലാബ്, ഓഫീസ് സ്റ്റാഫ് റൂം എന്നിവയും GLPS മുണ്ടക്കയിലെ കുട്ടികൾക്കായി APJ ഹാളിൽ ലഭ്യമായ 5 ക്ലാസ് മുറികളും ലഭ്യമാക്കി. പ്രാഥമിക കണക്ക് പ്രകാരം ഉരുൾപൊട്ടലിൽ 17 കുട്ടികളെ കാണാതാവുകയും 36 കുട്ടികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 സ്കൂളുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചു. പഠനം പുനഃക്രമീകരിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ GVHS വെള്ളാർമലയുടെ അടുക്കള GLPS മേപ്പാടിയുടെ അടുക്കളയോട് ചേർന്ന് പ്രവർത്തിക്കും. GLPS മുണ്ടക്കയുടെ അടുക്കള GHS മേപ്പാടിയിലും പ്രവർത്തിക്കും. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. യൂണിഫോം ആവശ്യമായി 282 കുട്ടികൾക്കുള്ള യൂണിഫോം ലഭ്യമാക്കി തയ്ച്ചു നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ 20 ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അനുബന്ധ ഉപകരണങ്ങൾ, IT ലാബ് എന്നിവ കൈറ്റിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുന്നതിനും നടപടിയായി. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്കുള്ള മാനസിക പിന്തുണാ പ്രവർത്തനങ്ങൾ SSK, SCRT എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിന് KSRTC ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കുന്നതിനും ധാരണയായി. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യഘട്ടത്തിൽ 12 ക്ലാസ് മുറികൾ, 10 ടോയ്ലറ്റുകൾ തുടങ്ങിയവ കുട്ടികൾക്കായി 45 മുതൽ 90 ദിവസത്തിനകം പണിതു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ സർക്കാർ കണ്ടെത്തി നൽകുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ഹോസ്റ്റൽ സംവിധാനം നിർമ്മിച്ചു നൽകുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചു. അതിന് 4 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുണ്ടെന്നും ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അത് പരിശോധിച്ച് വേണ്ടത്ര ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി കൊക്കയാറിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടം മാറ്റിപ്പാർപ്പിക്കും. 10 കുടുംബങ്ങളെ മാറ്റാനായി ക്യാമ്പ് തുറന്നു. പീരുമേട് ഭാഗത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് പീരുമേട് ഭാഗത്ത് മഴ ശക്തമായത്. 18 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ഇവിടെ രേഖപ്പെടുത്തിയത്. 2 ദിവസത്തേക്ക് മാത്രമായാണ് താൽക്കാലിക ക്യാമ്പ് തുറന്നത്. തിങ്കളാഴ്ചയോടെ മേഖലയിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 35 പേരാണ് ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആശുപത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. 2 ആഴ്ച മുൻപാണ് സംഭവം. പനി ബാധിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ കുട്ടിയെ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് സൂചി തുളച്ചു കയറിയത്. മറ്റേതോ രോഗിക്ക് കുത്തിവെപ്പെടുത്ത സൂചിയാണ് കട്ടിലിലുണ്ടായിരുന്നത്. ഒരു രോഗിയെ മറ്റൊരു രോഗിയെ കിടത്തുന്നതിന് മുൻപ് കിടക്കവിരി ഉൾപ്പെടെ മാറ്റി ശുചീകരണം നടത്തണം. എന്നാൽ അത് പാലിച്ചില്ല. ആശുപത്രി ജീവനക്കാരുടെ അലംഭാവം കാരണമാണ് സൂചി തുളച്ചു കയറിയതെന്നാണ് പരാതി. സൂചി തുളച്ചു കയറിയതിനാൽ HIV അടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ട അവസ്ഥയിലാണ് കുട്ടി. അർത്തുങ്കൽ ഭാഗത്ത് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ പൊന്നാനി സ്വദേശി ഷൌക്കത്തിന്റെ മൃതദേഹം തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ പെട്രോളിംഗ് ബോട്ട് കണ്ടെത്തി. മുബാറക് എന്ന ബോട്ടിലെ ജീവനക്കാരനായിരുന്ന ഇയാളെ പുലർച്ചെ മത്സ്യബന്ധനത്തിനിടെ കാണാതാവുകയായിരുന്നു. അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിൽ നിന്നും അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട പെട്രോളിംഗ് ബോട്ടിന്റെ തിരച്ചിലാണ് ഭൗതിക ശരീരം കണ്ടെത്തിയത്. ഭൗതിക ശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്കായി അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് കൈമാറി. ഫിഷറീസ് ഗാർഡ് രാഹുൽ, ലൈഫ് ഗാർഡുമാരായ ജയൻ, ജോർജ് എന്നിവരെ തിരച്ചിലിൽ പങ്കെടുത്തു. തോട്ടപ്പള്ളി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സിബി സോമൻ, അസിസ്റ്റന്റ് ഡയറക്ടർ മിലി ഗോപിനാഥ് എന്നിവർ പ്രവർത്തനം ഏകോപിപ്പിച്ചു. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചു. ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുക, ആശുപത്രികളെ പ്രത്യേക സംരക്ഷണ മേഖലയാക്കുക, ആശുപത്രി അക്രമങ്ങൾക്കെതിരെ കേന്ദ്ര നിയമം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഡോക്ടർമാർ നടത്തിയ 24 മണിക്കൂർ നീണ്ട സമരം പൂർണ്ണമാണ്. സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന ധർണ IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ പിന്മാറിയാൽ ഡോക്ടർമാർ സമരം ശക്തമാക്കുമെന്നും ഇനിയൊരു ഡോക്ടറിന്റെ ജീവൻ ബലി കൊടുക്കുന്നത് ചെറുക്കാൻ ഡോക്ടർമാർ ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.